വരോട് പശുക്കൾക്ക് നേരെ ആക്രമണം. 3 പശുക്കളുടെ ജനനേന്ദ്രിയത്തിൽ മുറിവുകൾ. വരോട് കോലത്തുപറമ്പ് കരിമ്പനത്തോട്ടത്തിൽ ഹരിദാസന്റെ 3 പശുക്കൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. സമീപത്തെ പറമ്പിൽ മേയാൻ വിട്ട പശുക്കൾക്ക് നേരെയാണ് അക്രമമുണ്ടായത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വന്ന ഹരിദാസൻ തിരിച്ച് പശുക്കളുടെ അടുത്ത് പോയപ്പോൾ പശുക്കളെ കാണാനില്ല. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സമീപങ്ങളിൽ നിന്ന് ഒന്ന് തേക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. മറ്റൊന്നിനെ കാട്ടിൽ നിന്നും ഒന്ന് കയർ പൊട്ടിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. തൊഴുത്തിൽ കെട്ടിയ പശുക്കൾ പിടയുന്നത് കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് 3 പശുക്കളിൽ നിന്ന് രക്തം വന്നതായി കണ്ടത്. ഞാൻ 1 മണിക്ക് അവിടുന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നു. അപ്പോൾ പിന്നെ 2 മണിയായി അവിടെ തിരിച്ചെത്തിയപ്പോൾ പശുക്കൾ ഒന്നിങ്ങോട്ട് കയർ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിറക്കുന്നു. ഒരു പശു അതിനെ കാട്ടിൽ കൊണ്ടേ കെട്ടി ഒരു തേക്കുമ്പോൾ കെട്ടിയിട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഒന്നിനെ അവിടെ തന്നെ ഈ കെട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പശു. പിന്നെ ഒന്ന് കാട്ടിലേക്ക് വേറൊരു കാട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടണം. അതിനെ ഞാൻ പിന്നെ ഈ ഇത് ചെടികളിങ്ങനെ 2 പുറം ഈ പൊന്തതായി കണ്ടപ്പോൾ അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട് പശു. പക്ഷേ ഈ ആളും ഉണ്ട് അതിൻ്റെ അടുത്ത്. ആളൊപ്പം വന്നു, എൻ്റെ ഒപ്പം വന്നു, ഞാൻ വറകുണ്ടാക്കാൻ വന്നതാണ് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ആളെ സംശയിക്കുന്നത്, ഈ ആളാ ചെയ്തിറക്കുന്നത് എന്നുള്ള ഇതാണ്. ഇപ്പോൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് മുമ്പ് പട്ടി നായക്കളെയൊക്കെ വളർത്തുക, അതിനോളം പിടിച്ച് കൊല്ലുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അവൻ ഇങ്ങനെ കയറിട്ടിട്ടാണ് കൊണ്ടുപോകും. പിന്നെ അതിനെ ചത്തിട്ടാ നാറിയിട്ടൊക്കെ കാണുന്നത്. അങ്ങനെ ഒരു അറവുകാരൻ ആളേന് അറക്കണ ആളാണ്. അപ്പോൾ അവനൊന്നിനും മടിയില്ലാത്ത ഒരാളാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ്. തുടർന്ന് വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ചതിൽ ആന്തരിക അവയവങ്ങളിൽ മുറിവുള്ളതായി കണ്ടെത്തി. ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. സംഭവം ഞാൻ 1 മണിക്ക് അവിടുന്ന് പയ്യനെ കെട്ടിയിട്ട് പോന്നു. ഞങ്ങൾ 3-ന് കെട്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ പിന്നെ 2 മണിക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പയ്യ് കയറ് കെട്ടിയെടുത്ത് പയ്യില്ല. പക്ഷെ വേറൊരു പറമ്പിൽ കൊടുത്തിട്ട് കെട്ടിയിട്ടാണ് ചെയ്തത്, ഒരു കാട്ടിൽ. അങ്ങനെ തേക്കുമ്പോൾ കെട്ടിയിട്ടാണ് അത് കയറ് പൊട്ടിച്ച് പോകുന്നുണ്ട്. പിന്നെ മറ്റേത് അവിടെ ഞാൻ കെട്ടിയെടുത്ത് നിൽക്കുന്നുണ്ട്. അതിന് നല്ല ബ്ലഡും ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒന്നിനെ കാട്ടിലേക്ക് വേറൊരു കാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അതിനെ പിന്നെ ഞാൻ ഈ ചെടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ആള് ഈ കണ്ട ആള് എൻ്റെ ഒപ്പം വന്നിട്ട് വറകുണ്ടാക്കാൻ വന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, ഉണക്ക വറക അത് അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അത് ഇന്നാണ് എടുത്തൂടെ, നല്ല വറകാണ്, ഉണക്ക കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.